ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഇപ്രകാരം കൂടി വരുവാൻ, ദൈവവചനം പഠിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ദൈവരാജ്യം എന്നുള്ള വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യം എന്നുള്ള വിഷയത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് പുതിയ നിയമകാലം ക്രിസ്തുവിൻ്റെ വാഴ്ചക്കാലമാണ് എന്നുള്ള വിഷയമാണ്. നാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ദൈവവചനത്തിൽ അനേക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ എത്തിയതോടുകൂടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് വിവിധ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന് വചന തെളിവുകൾ പലതും നമുക്ക് പരിശോധിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്നാണ് ദൈവരാജ്യം ആരംഭിച്ചത്, ക്രിസ്തുവിൻ്റെ വാഴ്ച ആരംഭിച്ചത് എന്നുള്ളത് അങ്ങനെ നമ്മൾ വായിച്ചതായ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് കൂടാതെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ആ വാഴ്ചക്കാലം സഭയുടെ കാലമാണ്, അല്ലെങ്കിൽ പുതിയ നിയമകാലമാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. പുതിയ നിയമകാലത്ത് യേശു കർത്താവ് വാഴുകയാണ് എന്നുള്ള വസ്തുത തിരുവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് വചനത്തെളിവ് എന്ത് പറയുന്നുവോ അത് നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. സ്വർഗീയ സിയോനിൽ ഇരുന്നു കൊണ്ടാണ് യേശു കർത്താവ് വാഴുന്നത് എന്നുള്ളത് നമ്മൾ 110 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പിതാവ് പുത്രനോട് പറഞ്ഞതായിട്ടുള്ള വാക്കുകളാണ് അവിടെ നമ്മൾ കാണുന്നത്. പിതാവ് തൻ്റെ പുത്രനോട് പറയുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കാം. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പിതാവ് തൻ്റെ പുത്രനെ വലതുഭാഗത്ത് ഇരുത്തുന്നത് നമ്മൾ കാണുന്നു. ഇതെപ്പോഴാണ് എന്നുള്ളത് അനേക വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ എത്തിയപ്പോഴാണ് തൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയത്. ഇരുത്തുക എന്ന് പറയുമ്പോൾ കേവലം ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം സകലത്തെയും ഭരിക്കുന്ന ഭരണകേന്ദ്രമാണ്, അധികാര സ്ഥാനമാണ്. തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ പിതാവിനോടുകൂടെ വാഴ്ച അല്ലെങ്കിൽ അധികാരം നടത്തുക, ഭരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ പിതാവിനോട് ചേർന്ന് സകലത്തെയും ഭരിക്കുന്ന ഒരു ഭരണമാണ് യേശു കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ വചനത്തിൽ കർത്താവിനോട് പിതാവ് പറയുന്നത് തന്നെ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക എന്നാണ്. അപ്പോൾ ബലമുള്ള ചെങ്കോൽ സിയോനിൽ നിന്ന് നീട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. സ്വർഗീയ സിയോനാണ്. ഭൂമിയിലെ യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുമെന്ന് പറയുന്ന ഉപദേശമല്ല തിരുവെഴുത്തിൽ കാണുന്നത്. അത് വചനത്തിന് നിരക്കാത്ത ഉപദേശമാണെന്ന് ഈ വേദഭാഗവും നമ്മെ പഠിപ്പിക്കുന്നു. കാരണം നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിലിരുന്നു കൊണ്ടാണ് യേശു കർത്താവ് വാഴുന്നത്. ഈ വാഴ്ച ഈ ഭൂമിയിലാണ് നടത്തുന്നത് എന്നുള്ളതാണ് നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശത്രുക്കൾ എവിടെയാണ്? കർത്താവിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ സുവിശേഷ വിരോധികളെല്ലാം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ ഉള്ളതായ ശത്രുക്കൾ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് എതിരായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പൈശാചിക ശക്തികളും ശത്രുക്കളാണ്. അപ്പോൾ ശത്രുക്കളുടെ മധ്യേ വാഴുക എന്ന് പറയുമ്പോൾ ഭൂമിയിലാണ് വാഴുന്നത്, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടാണ് വാഴുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഭൂമിയിലിരുന്ന് യേശുക്രിസ്തു വാഴുന്നു എന്ന് പഠിപ്പിക്കുന്നത് വചനത്തിന് നിരക്കുന്ന ഉപദേശമല്ല എന്നുള്ളത് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ശത്രുക്കളുടെ മധ്യത്തിൽ ഭൂമിയിൽ വാഴുന്നത് എപ്പോഴാണ്? കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നത് പുതിയ നിയമകാലം ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ്. അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത ആ കർത്താവിൻ്റെ
ഭരണം അന്ന് ആരംഭിച്ചു എന്ന് വചനം പറയുന്നതോടൊപ്പം ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയും സുവിശേഷം ഈ ഭൂമിയിൽ ഘോഷിക്കപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഭൂമിയിൽ യെരൂശലേമിലാണ് ആദ്യമായിട്ട് ഈ ഭൂമിയിലെ സഭ ആരംഭിച്ചത് എന്നുള്ളത് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമ കാലയളവിൽ യേശുക്രിസ്തു വാഴുകയാണെന്നുള്ളതാണ് വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ കർത്താവ് തന്നെ അരുളി ചെയ്യുന്ന ഒരു വചനം 2-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ്, ഞാൻ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നാണ് 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. 2-ാം സങ്കീർത്തനം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെന്നാണ് അവിടെ പിതാവ് പുത്രനോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിതാവ് പുത്രനോട് പറയുന്ന ആ വചനം നിവൃത്തിയായിരിക്കുന്നു എന്നാണ് വെളിപ്പാട് 2-ന്റെ 26-27 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറയുന്നത്. ആ വചനം നിറവേറി എന്നുള്ളതാണ്. ഇത് ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അവകാശം കൊടുക്കും, ജാതികളുടെ മേൽ അധികാരം കൊടുക്കുമെന്നാണ്. ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പ് കോൽ കൊണ്ടവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും എന്ന് 2-ാം സങ്കീർത്തനത്തിലെ അതേ വചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്. അപ്പം ജയിക്കുകയും കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. പിതാവ് പുത്രന് 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അധികാരമൊന്നും നൽകിയിട്ടില്ല എന്നാണ് അനേകരുടെ ധാരണ. കർത്താവ് പറഞ്ഞ വാക്ക് പോലും അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് രണ്ടാമത് വന്നു കഴിഞ്ഞിട്ട് യെരൂശലേമിൽ രാജാവായിട്ട് വാഴിക്കും, അധികാരം നടത്തും, ഭരിക്കും എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കുകളെ തിരസ്കരിക്കുകയാണ്. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ എന്നാണ്, തരാൻ പോകുന്നു എന്നല്ല. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ ജയിക്കുന്നവന് അധികാരം കൊടുക്കും, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകുമെന്നാണ് അവിടെ പറയുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ജയിക്കുന്നവന് കർത്താവ് പ്രതിഫലം നൽകുന്നത് കർത്താവിൻ്റെ 2-ാം വരവിലാണ്. ഈ 2-ാം വരവിൽ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 6:2 പറയുന്നത്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ വിധിക്കുന്നത് ദൈവജനമാണ്, ദൈവമക്കളാണ്. ലോകത്തെ വിധിക്കുന്ന യേശുക്രിസ്തു തൻ്റെ മക്കളായിരിക്കുന്ന വിശുദ്ധന്മാരെ ജാതികളെ വിധിക്കുവാൻ വേണ്ടി അധികാരം നൽകി തന്നോടുകൂടെ വിധി പ്രസ്താവിക്കുവാൻ, ന്യായവിധി നടത്തുമ്പോൾ അവർക്കും കൂടെ അധികാരം കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ജയിക്കുന്നവന്, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കുമെന്ന് പറഞ്ഞാൽ അവരെ വിധിക്കും. വിധിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകുമെന്നാണ്. ഇരുമ്പ് കോൽ കൊണ്ടാണ്, ശക്തമായ അധികാരമാണ്. ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുക എന്ന് പറയുമ്പോൾ ശക്തമായ അധികാരം നടത്തുന്ന അനുഭവമാണ്. അതിൻ്റെ ഫലമായിട്ട് കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി വരുത്തുവാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോകുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. മൺപാത്രങ്ങളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അത് തകർന്നു പോയാൽ പിന്നെ ലോഹപാത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് പോലെ അതിനെ വീണ്ടും പഴയപടി ആക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ ന്യായവിധിയുടെ ഫലമായിട്ട് തകർന്നു പോകുന്ന, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടക്കി വരുത്തുവാൻ പറ്റാത്ത വിധത്തിൽ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമ്പോൾ, ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ അത് കർത്താവാണ് നൽകുവാൻ പോകുന്നത്. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ എന്നാണ് ജാതികളുടെ മേൽ അധികാരം കൊടുക്കുന്നത്.
അപ്പൊ ജാതികളുടെ മേൽ ദൈവജനത്തിന് അധികാരം കൊടുക്കുന്നത് തീർച്ചയായിട്ടും കർത്താവിന്റെ രണ്ടാം വരവിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടും ഇതിലൂടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അധികാരം നടത്തുന്നതായ നാളുകളിൽ ഈ കർത്താവിനോടുകൂടെ കർത്താവിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്നാണ്. വെളിപ്പാട് 3:21 നാം കാണുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഈ സിംഹാസനത്തിൽ വെറുതെ ഇരിക്കുന്നതായിട്ടല്ല, പിന്നെയോ അധികാരം നടത്തുന്നതാണ് സിംഹാസനം. കർത്താവിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് സകലത്തെയും ഭരിക്കുന്ന, ജാതികളെ ഭരിക്കുന്ന അധികാരസ്ഥാനമാണ്. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്ന് വെളിപ്പാട് 3:21 പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് 2:26-27 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലോകത്തെ ന്യായം വിധിക്കുവാൻ അധികാരം നൽകുന്ന കർത്താവ് തൻ്റെ മക്കളെ തന്നോടുകൂടെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുകയാണ് ചെയ്യുന്നത്, അധികാരം നൽകുകയാണ്. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കിയത് കർത്താവിന് പിതാവ് അധികാരം നൽകി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ പുതിയ നിയമ കാലയളവിലാണ്, അല്ലെങ്കിൽ സഭാ കാലയളവിലാണ് യേശു കർത്താവ് വാഴുന്നത്, ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ എന്ന് പറഞ്ഞാൽ ഭാവിയെ തരാൻ പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തവരെല്ലാം അങ്ങനെയാണ് ഉപദേശിക്കുന്നത്. ഭാവിയിൽ കർത്താവ് രണ്ടാമത് വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൽ യേശുക്രിസ്തു രാജാവായിട്ട് ഭരിക്കും, 1000 വർഷം ഭരിക്കുമെന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് തെറ്റാണെന്നുള്ളത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ തെറ്റായ ഉപദേശങ്ങൾ വിശ്വസിച്ചിരുന്നാൽ അതുകൊണ്ട് വലിയ അപകടമുണ്ട്. അതിൻ്റെ അബദ്ധം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ഒരു ഭരണം ഈ കർത്താവിനെതിരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള അധർമ്മമൂർത്തിയുടെ ഭരണകാലം വരുമ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ ഭരണകാലമാണ്, ഇതാണ് ദൈവരാജ്യം എന്ന് തെറ്റിദ്ധരിക്കുവാൻ, അനേകര് തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ ഈ ദുരുപദേശം മൂലം ഇടയാകുമെന്നുള്ളതാണ് അപകടം. അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്തുകളെ മനസ്സിലാക്കുക. ഇതുപോലെ സഭാ കാലയളവിൽ ആണ് യേശുക്രിസ്തു വാഴുന്നത്, രണ്ടാം വരവിന് ശേഷമല്ല വാഴുന്നത് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ കാണുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുകയാണ്. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കുന്നത് താൻ്റെ നിരയിലാണ്. ആദ്യപരമായിട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിന്നെ ക്രിസ്തുവിനുള്ളവർ കർത്താവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ അവസാനമാണ്. അങ്ങനെ ലോകാവസാനം സംഭവിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വാഴ്ചയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സകല ശത്രുക്കളും കാൽക്കീഴാകുക എന്ന് പറഞ്ഞാൽ കീഴടക്കുക, സകല ശത്രുക്കളെയും കീഴടക്കുക. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 15-ന്റെ 54-ാം വാക്യത്തിൽ കാണുന്ന അവസാനത്തെ ശത്രു മരണമാണ്. അപ്പോൾ സഭ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈ മരണം നീങ്ങിപ്പോകുന്നത്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകുമെന്നാണ് 1 കൊരിന്ത്യർ 15-ന്റെ 54-ൽ നമ്മൾ കാണുന്നത്. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകുന്നത് സഭ ഉയർത്തെഴുന്നേറ്റ് ഈ തേജസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പുനരുത്ഥാന ശരീരം പ്രാപിക്കുമ്പോഴാണ് മരണം നീങ്ങി ജയം വരുന്നത്. അതുവരെയും ക്രിസ്തു വാഴേണ്ടതാകുന്നു എന്നാണ്. സഭയുടെ പുനരുത്ഥാന ശേഷം ഈ ഭൂമിയിൽ വന്ന് വാഴുവെന്നല്ല അവിടെയും പറയുന്നത്. പിന്നെയോ ഒടുക്കത്തെ ശത്രു ആയ മരണം നീങ്ങിപ്പോകുന്നത് വരെയും കർത്താവ് വാഴുകയാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ അവസാനം സംഭവിക്കും. അവൻ ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുന്നത് വരെയും വാഴേണ്ടതാകുന്നു എന്നാണ് 1 കൊരിന്ത്യർ 15-ന്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും പറയുന്നത്. അതിൻ്റെ 54-ാം വാക്യത്തിലും ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങുന്നത് സഭ പുനരുത്ഥാനം പ്രാപിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം,
അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം സ്ഥാപിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചിലരങ്ങനെയാ മനസ്സിലാക്കുന്നത്. ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ പാടില്ലാത്ത പലരും ഉണ്ട്. അവിടെ എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? അവൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് സഭയെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവിനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നിലവിലുള്ള ഒരു രാജ്യമാണ് പിതാവിനെ ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവൻ സകലരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് രാജ്യം സ്ഥാപിക്കുമെന്നല്ല വ്യക്തമായിട്ടും അവിടെ പറയുന്നത് രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമെന്നാണ്. അപ്പോൾ പിതാവിനെ ഏൽപ്പിക്കണമെങ്കിൽ നേരത്തെ രാജ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ പിതാവിനെ എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത്? ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ അതിനുശേഷം അവസാനം അന്നവൻ എല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിന്. ഈ ലോകത്തിൽ ഒത്തിരി വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ഒരുപാട് ഭരണകർത്താക്കളുണ്ട്, ധാരാളം കിങ്ഡം ഉണ്ട്. ആ രാജ്യത്വത്തെ എല്ലാം നീക്കം ചെയ്യും. എല്ലാം നീക്കം ചെയ്തിട്ട് രാജ്യം സ്ഥാപിക്കുമെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ തിരുവചനം പറയുന്നു രാജ്യമുണ്ട്, അത് പിതാവിനെ ഏൽപ്പിക്കും. അപ്പോൾ ഈ തിരുവചന സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. സഭ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആത്മിക പൗരന്മാര് ആത്മിക ശരീരം പ്രാപിച്ചുകൊണ്ട്, സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട്, സ്വർഗീയ പൗരത്വമുള്ളതായിട്ടുള്ള ആ ആളുകൾ നിത്യമായ വാഴ്ചയിലേക്ക് തുടർന്ന് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവ് വരെയും ഈ ആത്മീയരായിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവരെ ഭരിക്കുകയാണ്. അതുപോലെ ലോകത്തെ ഭരിക്കുകയാണ്, ജാതികളെ ഭരിക്കുകയാണ്, എല്ലാവരെയും ഭരിക്കുകയാണ്. ആത്മിക അധികാരമാണ് ദൈവമക്കളുടെ മേൽ കർത്താവിനുള്ളത്. മറ്റുള്ളവരുടെ മേൽ ആത്മിക അധികാരമില്ല. എങ്കിലും ജാതികളെ മുഴുവൻ ഭരിക്കുകയാണ്. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു എന്നാണ് നമ്മൾ 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനെ തുടർന്ന് രാജ്യം സ്ഥാപിക്കുകയല്ല, അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിനെ ഏൽപ്പിക്കും എന്ന് പറയുന്ന വചനം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ലോകത്തിൽ ഈ പുതിയ നിയമ കാലയളവിൽ യേശു കർത്താവ് വാഴുകയാണ്, ഭരിക്കുകയാണ്, ആധിപത്യം നടത്തുകയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവോടുകൂടി സഭയെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് ആ ദൈവരാജ്യത്തെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും, പിതാവിൻ്റെ പക്കലേക്ക് ഏൽപ്പിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് പുതിയ നിയമകാലത്ത് കർത്താവ് വാഴുകയാണ്. അവസാന ശത്രുവായ മരണം നീങ്ങിപ്പോകുന്ന, മരണം നീക്കം ചെയ്യപ്പെടുന്ന സഭയുടെ പുനരുത്ഥാനം വരെ കർത്താവ് വാഴും. തുടർന്ന് പിതാവിനെ ഏൽപ്പിക്കും, പിതാവും പുത്രനും കൂടെ. തുടർന്ന് ന്യായവിധി, പിതാവ് പുത്രൻ മുഖാന്തരം ന്യായവിധി നടത്തിയിട്ട് ആ രാജ്യം എന്നേക്ക് നിലനിൽക്കുകയാണ്. രാജ്യത്തിന് അവസാനമില്ല. അതുകൊണ്ട് ആ വചന സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക. പിന്നെ മറ്റൊരു വചനം ദാനിയേൽ 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വേദഭാഗമാണ്. ദാനിയേൽ 2-ന്റെ 44 നമ്മൾ കാണുന്നത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ആ രാജത്വം മറ്റ് രാജ്യത്വങ്ങളെയെല്ലാം തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് അവിടെ പ്രവചനം. അപ്പോൾ അവിടെ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ ബിംബം ഉണ്ടാക്കിയിരിക്കുകയാണ്, ബിംബത്തെ കാണുകയാണ്. ആ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടാണ്, നെഞ്ചും കൈയും വെള്ളി കൊണ്ടാണ്, വയറ് താമ്രം കൊണ്ടാണ്, അതുപോലെ അതിൻ്റെ തുട ഇരുമ്പ് കൊണ്ടാണ്, കാല് ഇരുമ്പും കളിമണ്ണും കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് അതിലുള്ളത്. ഇതിൽ വേദ പഠിതാക്കളോ ഒന്നും സംശയമില്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, തങ്കം കൊണ്ടുള്ള ആ ഭാഗം നെബൂഖദ്നേസർ രാജാവിൻ്റെ ആ ഭരണത്തെ, ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം വന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഇതൊക്കെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇതാണ് ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭാവിയിൽ വരുവാൻ പോകുന്ന സകല കാര്യങ്ങളും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. കൃത്യമായിട്ട് അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ് ബൈബിൾ ദൈവവചനമാണെന്നുള്ളതിൻ്റെ ശക്തമായ ഒരു തെളിവ്. അപ്പോൾ അതുകൊണ്ട് വചനം എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് പിൽക്കാലത്ത് നിറവേറി.
അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കി മേദ്യ പേർഷ്യൻ സാമ്രാജ്യം വന്നു. ആ സാമ്രാജ്യത്തെ കീഴടക്കിയിട്ട് ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ യവന സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം നിലവിൽ വന്നു. അതിനെ കീഴടക്കിക്കൊണ്ട് പിന്നീട് റോമൻ സാമ്രാജ്യം നിലവിൽ വന്നു. ആ റോമൻ സാമ്രാജ്യം ക്ഷയിച്ചു പോയി. ഈ ബിംബത്തിൻ്റെ രണ്ട് കാലുകൾ പോലെ പൗരസ്ത്യ റോമ, പാശ്ചാത്യ റോമ എന്നിങ്ങനെ രണ്ടായിട്ട് റോമൻ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു പോയി. ഇതൊക്കെയാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന, നേരത്തെ അനേക നൂറുകണക്കിന് വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരുന്ന വചനങ്ങൾ കൃത്യമായി സംഭവിച്ചതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പൗരസ്ത്യ റോമ പാശ്ചാത്യ റോമയായിട്ട് വിഭജിക്കപ്പെട്ടു പോയി. അവസാനം ഇന്ന് നിലവിലുള്ള അവസ്ഥയാണ് കാണുന്നത്. അതായത് ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ കാലും കാൽവിരലും തമ്മിൽ ചേരാത്തതായിട്ടുള്ള അനേക രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു പോയി. അതിനെ ഭിന്ന രാജ്യത്വം എന്ന് നമ്മുടെ മലയാളം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ദാനിയേൽ 2 വായിച്ചു നോക്കിയാൽ ഇംഗ്ലീഷിൽ ഡിവൈഡഡ് കിങ്ഡം എന്നാണ്. അത് ഡിവൈഡ് ചെയ്തു പോയി, വിഭജിക്കപ്പെട്ടു പോയി. അങ്ങനെ അനേക രാജ്യങ്ങൾ, ശക്തമായ ചില രാജ്യങ്ങളുണ്ട്, ഇരുമ്പിൻ്റെ ബലമുണ്ട്. എന്നാൽ കളിമണ്ണ് കൊണ്ടുള്ള എന്ന് പറയുന്നത് ബലഹീനമായ രാജ്യങ്ങൾ, ഇന്ത്യയുടെ ചുറ്റുമുള്ളതായ ചില രാജ്യങ്ങൾ നമുക്കറിയാം. നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെ തുടങ്ങിയ ചില രാജ്യങ്ങൾ, ശ്രീലങ്ക, അതൊന്നും ബലഹീനമായ അവസ്ഥയാണ്. അപ്പം ഇങ്ങനെ ബലഹീനവും ശക്തവുമായ രാജ്യങ്ങളായിട്ട് അത് വിഭജിക്കപ്പെട്ടു പോയി. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സകല സാമ്രാജ്യങ്ങൾ, ഈ ഭരണകൂടങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് ദൈവരാജ്യം സ്ഥാപിക്കുമെന്നാണ് ചിലർ ഉപദേശിക്കുന്നത്. നമ്മൾ കേരളത്തിലും കേട്ടിട്ടുള്ള ഒരു ഉപദേശമാണത്. പക്ഷെ തിരുവചനം എന്താണ് പറയുന്നത്? ഈ രാജാക്കന്മാരുടെ കാലശേഷം ഞാൻ രാജ്യം സ്ഥാപിക്കുമെന്നാണോ ദൈവം അരുളി ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ഈ ഭൂമിയിലെ ഭരണാധികാരികൾ നിലവിലുള്ളപ്പോൾ തന്നെ, ഭൗമിക ഭരണകൂടങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവം അതിൻ്റെ മധ്യത്തിൽ അതോടൊപ്പം തന്നെ ദൈവരാജ്യം സ്ഥാപിച്ചു. അതാണ് നമ്മൾ ദൈവരാജ്യമായ സഭ എന്ന് പറയുന്നത്. ഈ ഭരണകൂടങ്ങളെല്ലാം നിലവിലുള്ളപ്പോഴാണ്, റോമൻ സാമ്രാജ്യകാലത്താണ് ദൈവരാജ്യമായ സഭ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടത് ഈ രാജാക്കന്മാരുടെ കാലത്താണ്. ഈ രാജ്യത്വം, അതായത് ദൈവരാജ്യം എന്ന് പറയുന്ന ഈ രാജ്യത്വം മറ്റ് രാജ്യത്വങ്ങളെ എല്ലാം തകർത്ത് നശിപ്പിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ നിലവിലുണ്ടെങ്കിൽ മാത്രമേ തകർത്ത് നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിനെയും തകർത്ത് നശിപ്പിച്ചിട്ട് ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന് ഉള്ളതല്ല ഉപദേശം. വചനം പറയുന്നത് ഈ ലോക സാമ്രാജ്യങ്ങൾ നിലവിലുള്ളപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ അധികാരം മറ്റ് രാജ്യത്വങ്ങളെ എല്ലാം തകർത്ത് നശിപ്പിക്കും. അവിടെ പറയുന്നത്, അവിടെ പർവ്വതത്തിൽ നിന്ന് ഒരു കല്ല് പറഞ്ഞു വന്ന് ആ ബിംബത്തിൻ്റെ കാലിൽ അടിച്ച് തകർത്തു. ആ ബിംബം ആ കാറ്റിൽ പറന്നുപോയി, അത് തകർത്ത് പൊടിയാക്കി അത് പറപ്പിച്ചു കൊണ്ടുപോയി. കാലിലടിച്ച ആ കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെ നിറഞ്ഞു എന്നാണ് അവിടെ പ്രവചനം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ഈ ഭൂമിയിലുള്ള സകല ഭരണകൂടങ്ങളും നശിച്ചു പോകും. അതാണ് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തുമെന്ന് 1 കൊരിന്ത്യർ 15:24-25 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് അത് തന്നെയാണ്. അപ്പോൾ ഈ രാജ്യത്വം മറ്റ് രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കർത്താവിൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്ന് വന്ന് ദൈവരാജ്യത്തിൻ്റെ അധികാരം മറ്റ് രാജ്യങ്ങളെ, രാജ്യത്വങ്ങളെ, ഭരണകൂടങ്ങളെ, ഗവൺമെൻറ്റുകളെ എല്ലാം തകർത്ത് നശിപ്പിച്ചിട്ട് എന്നേക്കും നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ദൈവരാജ്യ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല വചനങ്ങളും എല്ലാം ഒരുപോലെ കോർത്തിണക്കിയ വചനങ്ങളാണ്. പുതിയ നിയമകാലത്ത് ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൈവരാജ്യം സഭയാണ്. അത് ഈ ഭൂമിയിലെ രാജ്യത്വങ്ങൾ, ഭരണകൂടങ്ങൾ, ഗവൺമെൻറ്റുകൾ ഉള്ളപ്പോഴാണ് സ്ഥാപിക്കപ്പെടുന്നത്. അവസാനം കർത്താവിൻ്റെ അധികാരം സകല രാജ്യത്വങ്ങളെ തകർത്ത് നശിപ്പിക്കും. യേശു കർത്താവിൻ്റെ അധികാരം എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ രാജാക്കന്മാരുടെ കാലശേഷമല്ല ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് എന്നും, ഒരേ സമയത്ത് 2 രാജ്യത്വങ്ങളും ഒന്നിച്ച്, ദൈവരാജ്യവും മാനുഷിക രാജ്യത്വവും ഒരുപോലെ ഉണ്ടെന്നും, മാനുഷിക രാജ്യത്വങ്ങളെല്ലാം നശിച്ചു പോകുമെന്നും,
ദൈവരാജ്യം എന്നേക്കും നിലനിൽക്കുമെന്നുള്ളത് ഈ വചനത്തിലൂടെ നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ഇനി മറ്റൊരു വേദഭാഗം നമുക്കെടുക്കാം. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണത്. ഇത് ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്യുന്ന അരുളപ്പാട്, ദാവീദിൻ്റെ പുത്രനായ ഒരുവനെ ഞാൻ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് പറയുന്ന വാഗ്ദത്തമാണ്. നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ വായിച്ചു പോയാൽ ദാവീദിൻ്റെ മകനായ ശലോമോനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ഇവിടെ ഈ ദാവീദിനോട് പറയുന്നത് ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ കാണുന്നത്, നീ നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര കൊള്ളുമ്പോൾ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ എന്നാണ് 2 ശമൂവേൽ 7-ന്റെ 12-ാം വാക്യത്തെ പറയുന്നത്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്ത് ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവൻ്റെ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പോൾ ഇവിടെ ഒറ്റ വായനയിൽ നമുക്ക് തോന്നും ഇത് ഈ ശലോമോൻ എന്ന ദാവീദിൻ്റെ മകനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, 1 രാജാക്കന്മാർ 1-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ദാവീദ് ജീവിച്ചിരിക്കുമ്പോൾ ആണ് ഈ ശലോമോൻ രാജാവിനെ രാജാവായിട്ട് വാഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രവചനം പറഞ്ഞത് ശലോമോനെ കുറിച്ചല്ല എന്നുള്ളത് അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. ദാവീദ് നിദ്ര കൊണ്ട് പിതാക്കന്മാരോടുകൂടെ നിദ്ര കൊണ്ടിരിക്കുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായ ഒരുവനെ അധികാരത്തിലാക്കും, അവൻ്റെ രാജ്യത്വം സ്ഥാപിക്കുമെന്നാണ്. എസ്റ്റാബ്ലിഷ് എന്ന വാക്ക് തന്നെയാണ് അത് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥിരമാക്കുമെന്നൊക്കെയാണ് മലയാളത്തിൽ അതിൻ്റെ തർജ്ജമ കൊടുത്തിരിക്കുന്നത്. നിന്റെ സന്തതിയായ ഒരുവനെ ഞാൻ എഴുന്നേൽപ്പിക്കും, അവൻ്റെ രാജ്യത്വം സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിദ്ര കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് മരിച്ചടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് തൻ്റെ പുത്രനെ അധികാരത്തിലാക്കുന്നത്, അവൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് എന്നാണ് ഇവിടുത്തെ പ്രവചനം. ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ന്റെ 30-ാമത്തെ വാക്യത്തിൽ പത്രോസ് ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ ഈ വചനം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിറവേറിയെന്ന പത്രോസ് പറയുന്നത്, ദാവീദ് നിദ്ര കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അവൻ്റെ പുത്രനെ രാജാവായിട്ട് വാഴിക്കുമെന്ന് ദാവീദിനോട് വാഗ്ദത്തം ചെയ്ത പ്രകാരം യേശുവിനെ ഈ ക്രിസ്തുവാക്കി വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നാണ് അവിടെ സുവിശേഷം പറയുമ്പോൾ പത്രോസ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവാക്കി, മശീഹയാക്കി, യേശുവിനെ രാജാവാക്കി. ഇപ്പോൾ അവൻ ഈ ദാവീദിൻ്റെ കല്ലറ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പ്രവൃത്തി 2-ന്റെ 30 അതിൻ്റെ തുടർന്ന് മുകളിലും താഴെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ഇവിടെ പത്രോസ് പറയുന്നത് ദാവീദ് മരിച്ചുപോയി, അവൻ്റെ കല്ലറ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. അപ്പോൾ ദാവീദ് പിതാക്കന്മാരോടുകൂടി നിദ്ര കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പുത്രൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ശലോമോൻ ദാവീദ് ജീവിച്ചിരുന്നപ്പോഴാണ് രാജാവായിട്ട് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് അത് ശലോമോനെ കുറിച്ചുള്ള പ്രവചനം അല്ല. എന്നാൽ ഭാഗികമായിട്ട് ശലോമോനെ കുറിച്ചുള്ള പ്രവചനമാണ് താനും. കാരണം അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും എന്ന് പറഞ്ഞതൊക്കെ ശലോമോനാണ് യഹൂദന്മാരുടെ ദൈവാലയം പണിത്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ യഥാർത്ഥ ദൈവാലയം എന്ന് പറയുന്നത് സഭയാണ്. അത് യേശുക്രിസ്തുവാണ് പണിതത്. അപ്പോൾ യേശുക്രിസ്തുവിനാണ് ആ വചനം പൂർണ്ണമായിട്ട് നിറവേറുന്നത്. ഞാൻ അവൻ്റെ പിതാവ്, അവനെനിക്ക് പുത്രനുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, ദൈവപുത്രനെ കുറിച്ചാണ്, അല്ലാതെ ശലോമോന് ചേരുന്ന കാര്യമല്ല. അപ്പോൾ അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയുമെന്ന് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു പണിത സഭയാണ്. സഭ എന്ന ദൈവാലയം എന്ന അനേക വേദഭാഗങ്ങളിൽ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദാവീദ് നിദ്ര കൊണ്ടിരുന്നപ്പോൾ, ദാവീദ് മരിച്ച അവസ്ഥയിൽ ഈ യേശുക്രിസ്തു എന്ന ദാവീദ് പുത്രനെ പിതാവ് രാജാവായിട്ട് വാഴിച്ചു. ഇതാണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം.
അതുകൊണ്ട് പിതാവ് അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോസ്തലന്മാരോട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഞങ്ങളുടെ രാജാവിനെ, ഞങ്ങളുടെ മശിഹായെ ഞങ്ങൾ കൊന്നല്ലോ എന്നുള്ളത് ഓർത്തുകൊണ്ടാണ് അവർക്ക് കുത്തുകൊണ്ടത്. അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നവിടെ ചോദിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറയുന്നുണ്ട്. അന്ന് 3000 പേര് സ്നാനമേറ്റു, അവരോട് ചേർന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാവീദ് നിദ്ര കൊണ്ടിരുന്നപ്പോൾ ദാവീദ് പുത്രന്റെ രാജ്യം പിതാവ് സ്ഥാപിച്ചു എന്നാണ് ഈ 2 ശമൂവേൽ 7:12-13 വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 2:30 വാക്യവും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒരുപോലെ യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് സഭ സ്ഥാപിക്കപ്പെട്ട, സഭ എന്ന ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടതായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളെ പിശാചിന്റെ അധികാരത്തിന് കീഴിൽ നിന്ന് കർത്താവ് രക്ഷിച്ചപ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതുതന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയതാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഈ പാതാളത്തിലുണ്ടായിരുന്ന കുറേ ആത്മാക്കളെയും കൊണ്ടാണ് ഉയരത്തിലേക്ക് പോയത്. അത് എഫേസ്യർ 4:8-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന്റെ മീതെ കയറിയവനുമാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ കർത്താവ് ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി. ഭൂമിയുടെ അധോഭാഗത്താണ് പാതാളം, പാതാളത്തിന്റെ ഭാഗമാണ് പർദീസ. ആ പർദീസയിലേക്കാണ് കർത്താവ് പോയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ കള്ളനോട് കർത്താവ് പറഞ്ഞ എന്താണ്? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്നാണ്. ആ പർദീസയിലേക്ക് കർത്താവ് പോയി. കർത്താവിൻ്റെ ശരീരമല്ല, കർത്താവ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ആത്മാവ്. നമ്മളെ ആത്മാവാണ് നമ്മളുടെ വ്യക്തിത്വം. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. കർത്താവ് പറഞ്ഞ് ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. കർത്താവും തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളനും അവിടേക്ക് പോയി. അവരുടെ ശരീരം ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടേക്ക് പോയി. അവർ ഭൂമിയുടെ അധോഭാഗത്തായിരുന്നു. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല എന്ന് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ പാതാളത്തിൽ കർത്താവ് പോയി. പാതാളത്തിലെ പർദീസയിലേക്കാണ് കർത്താവ് പോയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ, അതാണ് ബദ്ധന്മാരെ, അടിമകൾ. ഈ അടിമകൾ എന്ന് പറയുന്നത് എങ്ങനെ അടിമകളായതാണ്? അത് നമ്മൾ എബ്രായ ലേഖനം 2-14 വാക്യത്തിൽ കാണുന്നുണ്ട് എങ്ങനെയുള്ള അടിമകളാണെന്ന്. ഈ അടിമകളെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ എബ്രായർ 2:14 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ കർത്താവ് ജഡരക്തങ്ങളോട് കൂടിയവനായി. കാരണം ജഡരക്തങ്ങളോടുകൂടിയുള്ള മനുഷ്യരാണ് പാപം ചെയ്തത്. ആ പാപത്തിനുള്ള ശിക്ഷ ജഡരക്തങ്ങളോടുകൂടിയ ഒരു മനുഷ്യൻ അനുഭവിച്ചെങ്കിൽ മാത്രമേ അത് നീതിയാകുകയുള്ളൂ. അത് ദൈവനീതിയാണ്, ദൈവം വെച്ചിരിക്കുന്ന നീതിയാണ്. മനുഷ്യന്റെ കഴിവ് കൊണ്ട് മാത്രം ആ പിശാചിനെ ജയിക്കണം. അതുകൊണ്ട് കേവലം ഒരു മനുഷ്യനായിട്ട് ദൈവിക ശക്തി ഒന്നും ഉപയോഗിക്കാതെ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് പരീക്ഷിക്കപ്പെട്ടു, പ്രലോഭിപ്പിക്കപ്പെട്ടു, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അത് ആത്മാവ് നടത്തിയെന്നാണ് നമ്മൾ കാണുന്നത്. പരീക്ഷിക്കപ്പെടുവാൻ അത് പിതാവ് അനുവദിച്ചതാണ്. ദൈവാത്മാവ് നടത്തുകയാണ് ചെയ്തത്. കാരണം മനുഷ്യൻ എന്നുള്ള നിലയിൽ പിശാചിനെ ജയിച്ച് പിശാചിനെ തോൽപ്പിക്കാനുള്ള യോഗ്യത നേടാം. മാത്രമല്ല മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് മനുഷ്യനായിട്ട് ജഡരക്തങ്ങളോട് കൂടിയവനായി പാപം ചെയ്യാതെ ജീവിച്ചിട്ട് ശിക്ഷ സഹിച്ചാൽ മാത്രമേ പാപത്തിൻ്റെ പരിഹാരമാകുന്നുള്ളൂ. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ആകുന്നുള്ളൂ. അതൊക്കെ ദൈവനീതിയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് മനുഷ്യനായിട്ട് വരേണ്ടി വന്നത്, പാപത്തിനുള്ള ശിക്ഷ താൻ സഹിക്കേണ്ടി വന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമെന്നുള്ളത് ദൈവനീതിയാണ്. അത് നടന്നില്ലെങ്കിൽ ദൈവത്തിന് ആരെയും നീതീകരിക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ ദൈവം നിശ്ചയിച്ച നീതിയാണ്. അങ്ങനെയാണ് ദൈവം രക്ഷിച്ചത് നമ്മയെല്ലാം.
അപ്പോൾ മരണഭീതിയാൽ അടിമകളായിരുന്ന ആളുകൾ പാതാളത്തിലുണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻപ് മരിച്ചുപോയ ആളുകൾക്കൊക്കെ മരണത്തിൽ നിന്നൊരു മോചനമില്ലാതെ പാതാളത്തിലെ പറുദീസായിലായിരുന്നു. പാതാളത്തിലെ പറുദീസായിൽ അവര് മരണഭീതിയാൽ അടിമകളായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ മരണത്തിൽ നിന്ന് മോചനം ഇല്ലാതെ ഇരുന്ന ഭീതി മരണഭീതിയാണ്. അതിൽ നിന്നും മോചനമില്ലാതിരിക്കുമ്പോഴാണ് കർത്താവ് വന്ന് അവർക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെ മരണത്തിൽ നിന്ന് അവര് മോചനം പ്രാപിച്ചു. അങ്ങനെ മോചനം പ്രാപിച്ചിട്ട് അവരെ കർത്താവ് ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് എഫേസ്യർ 4:8-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ മരണഭീതിയാൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. അങ്ങനെ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് ഉയരത്തിലേക്ക് അവരെ കൊണ്ടുപോയി. അപ്പോഴാണ് ഈ രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ഉണ്ടായത്. രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ഉണ്ടായപ്പോഴാണ് സഭ ആരംഭിച്ചത്, ദൈവരാജ്യം ആരംഭിച്ചത്. നമ്മൾ എബ്രായർ 9:12 വായിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു സ്വന്തം രക്തവുമായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. മഹാപുരോഹിതൻ മൃഗത്തിന്റെ രക്തവുമായിട്ട് ഇസ്രായേൽ മക്കളുടെ പാപത്തിന് പരിഹാരത്തിനായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ പോയിരുന്നു. ഇതുപോലെ അതിന്റെ പൊരുളായിരിക്കുന്ന യേശു കർത്താവ് തൻ്റെ സ്വന്തം രക്തവുമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാണ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചതെന്ന് എബ്രായർ 9:12 പറയുന്നു. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കൽ എത്തിയപ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടത്, കർത്താവ് രാജാധികാരം പ്രാപിച്ചത്, കർത്താവിന്റെ വാഴ്ച ആരംഭിച്ചത് എന്നുള്ളതാണ് ഈ വേദഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സ്വർഗീയ പൗരന്മാരുണ്ടായത് ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന വിശുദ്ധന്മാര് പാതാളത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവരെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി അവരെ മൂന്നാം സ്വർഗമായ പർദീസായിലേക്ക് കർത്താവ് കൊണ്ടുപോയപ്പോഴാണ് രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ഉണ്ടായത്, അല്ലെങ്കിൽ സ്വർഗീയ പൗരന്മാരുണ്ടായത്. അതുവരെയും പാപത്തിൽ നിന്ന് അവർക്ക് മോചനമില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു എന്ന് പേരിടണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ മത്തായി 1:21 വായിക്കുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ രക്ഷിപ്പാനിരിക്കുന്നതേ ഉള്ളൂ, അതുവരെ രക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. കർത്താവ് അവർക്ക് വേണ്ടി മരിച്ചു, അവർക്ക് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോഴാണ് രക്ഷ പൂർണ്ണമായത്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് 12:10 കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നമ്മൾ വെളിപ്പാട് 12:10 കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്, ചിന്തിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വർഗീയ പൗരന്മാരുണ്ടായപ്പോഴാണ് സഭ ആരംഭിച്ചത്. ഈ ഭൂമിയിലല്ല ആദ്യം സഭ ആരംഭിച്ചത്, ഈ ഭൂമിയിലല്ല ആദ്യം ദൈവരാജ്യം ആരംഭിച്ചത്, സ്വർഗത്തിലാണ്. കാരണം ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന വിശുദ്ധന്മാരെ രക്ഷിച്ചപ്പോഴാണ് സഭ ആരംഭിച്ചത്, സഭ എന്ന ദൈവരാജ്യം ആരംഭിച്ചത്. അതിനുശേഷം ഭൂമിയിൽ പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ദൈവരാജ്യത്തിൻ്റെ വചനം അവിടെ അപ്പോസ്തലന്മാരിലൂടെ ഘോഷിക്കപ്പെട്ടു. പത്രോസ് ആദ്യമേ വചനം പ്രസംഗിച്ചതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വചനം സുവിശേഷിച്ചു, ദൈവരാജ്യം ഭൂമിയിലും ആരംഭിച്ചു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭ ദൈവരാജ്യമാണ് എന്നുള്ളത് നമ്മൾ തിരുവെഴുത്തിലൂടെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ കർത്താവിൻ്റെ വാക്കുകൾ പത്രോസിനോട് പറഞ്ഞ ഒരു വചനം മത്തായി 16:18 കാണുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നത്, ബറിയോന ശിമോനെ നീ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യരെ ആരാണെന്ന് പറയുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിലർ പറയുകയാണ് അത് യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ ഏലിയാവോ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഉടനെ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറയുകയാണ്. അപ്പോൾ ഉടനെ കർത്താവ് പറയുകയാണ്,
ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് കർത്താവ് പറയുകയാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ കാര്യം ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞ ആ ഒരു സത്യം, ആ കാര്യത്തിന്മേൽ, ക്രിസ്തുവിൻ്റെ മേലാണ്. ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുന്നതല്ല എന്ന് 1 കൊരിന്ത്യർ 11 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുന്നില്ല. അടിസ്ഥാനം ക്രിസ്തുവാണ്, സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്, മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോൾ ഈ മൂലക്കല്ലിന്മേൽ പണിയപ്പെട്ട സഭയെക്കുറിച്ചാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പോൾ ഈ സഭയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുവാൻ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുവാനുള്ള അധികാരമാണ് ഈ താക്കോൽ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ താക്കോൽ ഏൽപ്പിക്കപ്പെട്ടതായ പത്രോസ് തന്നെ ദൈവരാജ്യം മനുഷ്യർക്കായിട്ട് തുറന്നു കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവെഴുത്തിൽ. കർത്താവ് ശിഷ്യന്മാർക്ക് 40 നാളോളം പ്രത്യക്ഷമായി എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1:2 നമ്മൾ വായിക്കുന്നത്. യേശു കഷ്ടം അനുഭവിച്ച ശേഷം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് 40 നാളോളം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായിട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ വേറെ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണം, നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജനതകളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. നിങ്ങൾ സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സുവിശേഷം യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കർത്താവിൽ നിന്ന് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് മത്തായി, ലൂക്കോസ് തുടങ്ങിയ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ആ 3 എഴുത്തുകാരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. അതായത് സഭയിലേക്ക് ആളുകൾ പ്രവേശിക്കുവാൻ, അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയുള്ള ഉപദേശം, സുവിശേഷം, അതാണ് ദൈവരാജ്യത്തിൻ്റെ വചനം. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി കർത്താവ് തെളിയിച്ചു കൊടുത്തു. അപ്പോൾ പത്രോസ് ഈ അധികാരം ഉപയോഗിച്ചു. ദൈവരാജ്യത്തിൻ്റെ വചനമായ സുവിശേഷം, അത് ദൈവരാജ്യത്തിൻ്റെ വചനമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ വചനമായ സുവിശേഷം പത്രോസ് പ്രസംഗിച്ചപ്പോൾ അന്ന് 3000 പേര് സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത്. അവർ രക്ഷിക്കപ്പെട്ടു, അവർ സഭയോട് ചേർക്കപ്പെട്ടു, അവർ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അങ്ങനെ ഈ ദൈവരാജ്യം പത്രോസാണ് തുറന്നു കൊടുത്തത്. സുവിശേഷം ആദ്യമായിട്ട് പ്രസംഗിച്ചത് അപ്പോസ്തലന്മാരിൽ പത്രോസാണ് പ്രസംഗിച്ചതെന്ന് അപ്പോസ്തല പ്രവൃത്തി 2 നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിക്കോദേമോസിനോട് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ എങ്ങനെ വീണ്ടും ജനിക്കുമെന്നുള്ള സംശയം തോന്നിയപ്പോൾ, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് വ്യക്തമാക്കി. അപ്പോൾ പത്രോസ് ഈ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേറ്റന്ന് 3000 പേര് അവരോട് ചേർന്നു. അവരെ സഭയോട് കർത്താവ് ചേർത്തു. അപ്പോൾ അവർ സ്നാനമേറ്റപ്പോൾ വെള്ളത്താൽ അവർ പുതുജനനം പ്രാപിക്കുകയായിരുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം, അത് ദൈവാത്മാവ് നൽകുന്ന ദൈവത്തിൻ്റെ വചനം. ആത്മാവിനാലാണ് ജനിക്കുന്നത്. ആത്മാവ് നൽകുന്ന സുവിശേഷമെന്ന ദൈവവചനം ജലത്തിൽ സ്നാനമേറ്റ് വിശ്വാസത്താൽ അത് സ്വീകരിക്കുന്നതോടുകൂടിയാണ് ഒരാളിൽ വീണ്ടും ജനനം നടക്കുന്നത്. ഇത് 2 പങ്കും 2 ഭാഗവും ഇവിടെയുണ്ട്. പിതാവിൽ നിന്ന് വരുന്ന കെടാത്ത ബീജമായ വചനം, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം,
അത് സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്? ആത്മാവിനാൽ വീണ്ടും ജനിക്കുകയാണ്. അതുപോലെ വെള്ളം എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, സുവിശേഷം സ്വീകരിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുന്നതായിട്ടുള്ള കാര്യമാണ്. വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ച നോഹയെക്കുറിച്ച് പറഞ്ഞിട്ട് സ്നാനം ഒരു മുൻകുറിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്നാനം ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു എന്ന് 1 പത്രോസ് 3:21 പറഞ്ഞിട്ടുണ്ട്. സ്നാനം ഏൽക്കുമ്പോഴാണ്, സുവിശേഷം വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുമെന്നാണ് മർക്കോസ് 16:16 നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെ അനേക വചനങ്ങളുണ്ട്. അതുകൊണ്ട് പത്രോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞത്. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അങ്ങനെ രക്ഷിക്കപ്പെട്ടു, അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചു. വീണ്ടും ജനിക്കുമ്പോൾ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നു എന്ന് കർത്താവ് നിക്കോദേമോസിനോട് പറഞ്ഞ പ്രകാരം അന്ന് 3000 പേര് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർക്കപ്പെട്ടു, ദൈവരാജ്യത്തിൽ അവരായി. പത്രോസ് രാജ്യത്തിൻ്റെ വചനമാണ് പ്രസംഗിച്ചത്. അങ്ങനെ വീണ്ടും ജനിച്ച ആത്മാക്കൾ ദൈവരാജ്യത്തിലായി. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 8:12 നമ്മൾ കാണുന്ന ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചത് ദൈവരാജ്യത്തിൻ്റെ വചനമാണെന്നാണ് പറയുന്നത്. ചിലരൊക്കെ ഈ ആധുനിക കാലത്ത് ഉപദേശിക്കുന്നുണ്ട്, പത്രോസൊക്കെ ദൈവരാജ്യമായിരുന്നു പ്രസംഗിച്ചത്, പൗലോസാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭ സ്ഥാപിച്ചത് പൗലോസാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വചനം വേറെ, സുവിശേഷം വേറെ എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാം തെറ്റാണ്. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ തെറ്റാണ്. കാരണം ഫിലിപ്പോസ് ദൈവരാജ്യത്തിൻ്റെ വചനമാണ് പറഞ്ഞതെന്ന് അപ്പോസ്തലപ്രവൃത്തി 8:12 കാണുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ തന്നെ 3000 പേര് രക്ഷിക്കപ്പെട്ടു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പൗലോസാണ് സഭ സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ പത്രോസ് സുവിശേഷം പ്രസംഗിച്ചു, പിന്നീട് അപ്പോസ്തലന്മാരെല്ലാം അനേകരോട് സുവിശേഷം അറിയിച്ചു, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ പൗലോസാണ് സഭ സ്ഥാപിച്ചതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പ്രവൃത്തി 2:47 പറയുന്ന സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന സഭ ഏതാണ്? അപ്പോൾ ഞാൻ സന്ദർഭവശാൽ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെയൊക്കെ കൂടെ കൂടുവാനായിട്ട് അനേക ആളുകളുമുണ്ട്. അതുകൊണ്ട് ദുരുപദേശങ്ങൾക്കെതിരെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക. തിരുവചനം പറയുന്നത് സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ വചനമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ വചനം ഫിലിപ്പോസ് സുവിശേഷിച്ചു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചതായിട്ട് നമ്മൾ അനേക വേദഭാഗങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചതോടൊപ്പം തന്നെ അത് ദൈവരാജ്യത്തിൻ്റെ വചനമാണ് എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 19:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അത്, ഞാൻ വായിക്കാം. പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട്. അപ്പോൾ പൗലോസ് പ്രസംഗിച്ചതും ദൈവരാജ്യത്തെയാണ്. അത് പത്രോസ് ദൈവരാജ്യത്തിൻ്റെ ആളും പൗലോസ് സഭയുടെ ആളുമാണെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. പൗലോസ് ദൈവരാജ്യത്തിൻ്റെ വചനമാണ് പ്രസംഗിച്ചത്. ഇനി അപ്പോസ്തലപ്രവൃത്തി 20:25 വാക്യം നോക്കുക. ഇവിടെയും പൗലോസ് എന്താണ് പ്രസംഗിച്ചത്? ഇവിടെ വായിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ എഫെസോസിലെ മൂപ്പന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി ഈ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഞാൻ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു, എൻ്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പൗലോസ് പ്രസംഗിച്ചത് ദൈവരാജ്യത്തിൻ്റെ വചനമാണ്. ഇനി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28:23 വാക്യം വായിക്കുമ്പോഴും ഇതേ കാര്യം തന്നെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. അപ്പോസ്തല പ്രവൃത്തി 28:23 വാക്യം. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു.
അപ്പൊ പൗലോസ് ദൈവരാജ്യത്തെക്കുറിച്ചാണ് അവിടെ സമ്മതിപ്പിച്ചത്, സാക്ഷ്യം പറഞ്ഞത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 28 തന്നെ 30 വാക്യം നോക്കുക. ഇവിടെയും കാണുന്നത്, അവൻ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. അപ്പോൾ സഭയിൽ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് ചേർന്ന് വരുവാനുള്ള ആ ഉപദേശമായ സുവിശേഷം പറയുന്ന ദൈവരാജ്യത്തിന്റെ വചനമാണ്. അത് തന്നെയാണ് പൗലോസ് പ്രസംഗിച്ചതെന്ന് വ്യക്തമായിട്ടും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന് വിപരീതമായിട്ട് ദൈവരാജ്യത്തിന്റെ വചനം വേറെ, സുവിശേഷം വേറെ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ പറയുന്നവരുടെ ഉപദേശങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയണം. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വചനം സഭ അറിയിക്കുന്ന സുവിശേഷമാണ്. അതാണ് കർത്താവ് മത്തായി 24:14 അവിടെ ഒലിവുമല പ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത് ഇതേ കാര്യമാണ്. അവിടെ രാജ്യത്തിന്റെ ഈ വചനം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. രാജ്യത്തിന്റെ ഈ വചനം സുവിശേഷമാണ്, ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരുമെന്ന് കർത്താവ് അവിടെ പറയുകയാണ്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ വചനമാണ് സുവിശേഷം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ മത്തായി 13:19 ദൈവരാജ്യത്തിന്റെ വചനം വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ രാജ്യത്തിന്റെ വചനം എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ കർത്താവ് പറയുന്നു. അത് സുവിശേഷം അറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വചനമാണ്. സുവിശേഷം വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. കാരണം വീണ്ടും ജനനം സംഭവിക്കുകയാണ്. അങ്ങനെ സ്വർഗീയ പൗരന്മാരായി തീരുകയാണ്. അവരുടെ മേൽ കർത്താവ് വാഴുകയാണ്. സഭ ദൈവരാജ്യമാണ് എന്ന് ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വളരെ എളുപ്പമായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അതിന് മറ്റ് പല വേദഭാഗങ്ങളും ഇതിന് തെളിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ വചനങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ കർത്താവ് ഈ പുതിയ നിയമ കാലയളവിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയിൽ വാഴുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന സഭയാണ്. കർത്താവ് സകല ജാതികളുടെ മേലും അധികാരം പ്രാപിച്ചിരിക്കുകയാണ്. പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ നിങ്ങൾക്കും അധികാരം തരും, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് അത് നൽകുന്നതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവരാജ്യം എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടു. അത് കർത്താവിൻ്റെ 2ാം വരവിങ്കൽ സഭയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആ ദൈവരാജ്യത്തെ കർത്താവ് ഏൽപ്പിക്കും. ആ നാളിനായിട്ട് പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.